ഞാൻ കുറേ ദിവസമായല്ലേ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു വായു ഒന്ന് ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നിറയെ ഇങ്ങനെ കാട് കയറിയൊക്കെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ മഴയൊക്കെ ആയത് കാരണം പിന്നെ പുറത്തേക്ക് ഇങ്ങോട്ടൊന്നും വരലൊന്നും ഉണ്ടായില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ മെറ്റിൽ വിരിച്ച് നല്ല ഭംഗിയാക്കി എടുത്തിരുന്ന മുറ്റമുണ്ട് കുറേ മുൻപ്. പക്ഷേ അവിടെ എല്ലാം ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കണം. മരങ്ങളൊക്കെ മൊത്തത്തിൽ വെട്ടിക്കളയാനും തോന്നുന്നില്ല. ഇത് മുൻപ് പറഞ്ഞതാണ് അവിടെ മൊത്തം വെട്ടിക്കളഞ്ഞിട്ട് മൊത്തം ഇൻ്റർലോക്ക് വിരിക്കാമെന്ന് പറഞ്ഞതുണ്ട്. അപ്പോൾ എനിക്കാണ് ഭയങ്കര ഇഷ്ടം മരങ്ങളും ഇതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ അന്നൊക്കെ വിചാരിച്ചു ഇലയൊക്കെ ചാടുമ്പോൾ അടിച്ചൊക്കെ കളയാൻ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിട്ടോ. പക്ഷേ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീടിൻ്റെ അകത്തല്ല ഇതും പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് പിന്നെ പറമ്പിലെ കാര്യം നോക്കാനൊന്നും സമയം കിട്ടൂല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വായിനെ വിളിച്ചുകൊണ്ടൊന്ന് ഇങ്ങനെ വായി വന്നൊക്കെ ക്ലീൻ ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് ചെടിയൊക്കെ അവിടെ അരികത്ത് വായിനെ കൊണ്ട് കുഴിച്ചിടിപ്പിക്കണമെന്നൊക്കെ കരുതിയിട്ടോ. പക്ഷേ വായെല്ലാം ഇങ്ങനെ ചട്ടിയൊക്കെ മാറ്റി വെച്ച് വൃത്തിയാക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഒരു ദിവസത്തേക്കും കൂടി നിർത്താനുള്ള പണിയുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അതേ പൂച്ചയൊക്കെ ഇവിടെ നോക്കിയൊക്കെയുണ്ട് വായി പണിയണത്. അപ്പോൾ അവിടെ സൈഡൊക്കെ അതേ വൃത്തിയായിക്കൊണ്ടിരിക്കണം. നല്ലവണ്ണം സ്പീഡുള്ള നല്ല ഇതാണ്, നന്നായി പണിയൊക്കെ ചെയ്യേണ്ട കേട്ടോ ഈ വായി. അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ ഒന്നും മനസ്സിലാവില്ല മലയാളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരിത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും പണിയൊക്കെ എടുക്കാൻ നല്ല ഉഷാറാണ്. അപ്പോൾ അതാ മൊത്തം കാടെല്ലാം പെട്ടെന്ന് പറിച്ചു കളഞ്ഞിട്ടാ. അപ്പോൾ അങ്ങനെ അതേ മുറ്റമൊക്കെ വൃത്തിയാക്കാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പം നല്ല മഴ പെയ്തപ്പോൾ വായുടെ അടുത്ത് കയറി നിന്നോളാൻ പറഞ്ഞിട്ടാ. പക്ഷേ ആളിങ്ങനെ പുല്ലൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാവം തോന്നിയിട്ട് പിന്നെ ഒരു കോട്ട് കൊടുത്ത് അങ്ങനെ കോട്ടിട്ടുണ്ടായിരുന്നിട്ടാ പിന്നെ പണിയൊക്കെ. പിന്നെ അത് കഴിഞ്ഞതേ ഇപ്പം 5 മണിയാകാറായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ആൾ ജോലി കഴിഞ്ഞ് കയറിയൊക്കെയുണ്ട്. അപ്പോൾ കയറുക ആ സമയത്ത് അപ്പം ഉണ്ണി പറഞ്ഞു അവിടെ ഒരു വാഴയും കൂടിയും വെട്ടണമെന്നും പറഞ്ഞ് പിന്നെ വിളിച്ചിട്ടാണ് കേട്ടോ വന്ന് വാക്കത്തി കൊണ്ട് വന്ന് പിന്നെ ആ വാഴയുടെ കടയൊക്കെ വെട്ടിക്കളഞ്ഞിട്ടോ. അപ്പോൾ പുല്ലൊക്കെ പോയി കഴിഞ്ഞപ്പോഴുണ്ട് ഇവിടെ നിൽക്കാനൊക്കെ നല്ല ഇത് തോന്നിയിട്ടോ. അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരാൻ പേടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ പാമ്പിൻ്റെ ശല്യം ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. പുല്ലിനകത്തൊക്കെ പേടിയാണ് പാമ്പുണ്ടാവും എന്നൊക്കെ. ഇടയ്ക്ക് പിന്നെ ഈ വശത്തേക്ക് വരാറുള്ളത് കറിവേപ്പില പറിക്കാനുണ്ട്. പിന്നെ അവിടെ കാട് പിടിച്ചപ്പോഴുണ്ട് ഞാൻ പിന്നെ മേളിൽ കയറി ഇന്ന് ടെറസിൻ്റെ മേളിൽ കയറിയായിരുന്നു കേട്ടോ കറിവേപ്പില പറിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ചട്ടിയൊക്കെ ഇവിടുന്ന് മാറ്റിയപ്പോൾ നിറയെ മണ്ണൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ അതേ കഴുകി കളയാൻ കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ഇന്ന് കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇടിയപ്പവും മുട്ടക്കറി തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മുവിൻ്റെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ഇന്ന് പോകാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മുവിന് പിന്നെ അവാർഡ് കൊടുക്കണ ചടങ്ങുണ്ട് കേട്ടോ. അമ്മുവിനൊക്കെ ആലുവ MLA അവാർഡ് കൊടുക്കുന്നതാണ്. ഫുൾ A+ കിട്ടിയവർക്ക് ഹയർ മാർക്ക് കിട്ടിയവർക്കൊക്കെ അവാർഡ് കൊടുക്കുന്നതാണ് കേട്ടോ. +2 തന്നെയല്ല 10th പിന്നെ കോളേജിലും ഇതൊക്കെ ഉയർന്ന മാർക്ക് കിട്ടിയവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് ആലുവയിൽ. അപ്പോൾ അതിന് പോകണം. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളിത് ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മുവിന് അഡ്മിഷൻ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുസാറ്റിൽ ഇന്ന് അഡ്മിഷൻ ഉണ്ട്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മുവും എന്തായാലും യൂബർ വിളിച്ച് പോകാമെന്ന് കരുതി പോവുകയാണ്. അപ്പോൾ ആൾക്ക് വരാൻ സമയം ഉണ്ടാവില്ല. പിന്നെ ആൾക്ക് അവിടെ വർക്ക് നടക്കണ കാരണം അങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അങ്ങോട്ട് ആലുവയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് കാണാനായിട്ട് അവിടെ എത്തിയേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ പോയി അവിടെ കുസാറ്റിൽ ചെന്നപ്പോൾ അമ്മുവിന് അഡ്മിഷൻ കിട്ടുകയൊക്കെ ചെയ്തിട്ടോ. അഡ്മിഷൻ കിട്ടി. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് പിന്നെ മെട്രോയിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കുസാറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ് കുസാറ്റിന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ സീറ്റ് കിട്ടാമെന്ന് വെച്ചാൽ നല്ലൊരു ഇത് തന്നെയായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അമ്മു കമ്പ്യൂട്ടർ സയൻസ് എടുക്കാനാണ് കരുതിയത്. പക്ഷേ അവിടെ IT ആയിരുന്നു കേട്ടോ ഒഴിവുണ്ടായിരുന്നുള്ളൂ അമ്മുവിന് കിട്ടിയത്. അപ്പോൾ പിന്നെ എന്തായാലും ആ ഒരു സ്ഥാപനത്തിൻ്റെ ഇതും കൂടി ഓർത്ത് പിന്നെ നമ്മൾ അങ്ങനെ അത് മേടിച്ചിട്ട് പിന്നെ പോരുകയാണ് കേട്ടോ. അപ്പോൾ യൂബർ കണക്ട് ചെയ്ത് പോരാന്ന് എഴുതിയിട്ട് ഇപ്പോൾ ഒട്ടും റേഞ്ച് കിട്ടണില്ല കേട്ടോ. എൻ്റെ ആണെങ്കിൽ BSNLൻ്റെ മൊബൈലാണ്, റേഞ്ച് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും മെട്രോയിന് പെട്ടെന്ന് എത്തുമല്ലോ. അപ്പോൾ ആലുവക്ക് നമുക്ക് മെട്രോയിന് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മെട്രോയിൽ കയറി പിന്നെ ആലുവയിൽ വന്ന് ഇറങ്ങാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ ചെല്ലുമ്പോൾ പിന്നെ അവാർഡ് ചടങ്ങും ഇതൊക്കെ എങ്ങനെയാണ് നോക്കട്ടെ. അപ്പോൾ അതിനിടയ്ക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അവാർഡ് കൊടുത്തു തുടങ്ങിയത്. പക്ഷേ എന്നാലും പേടിക്കണ്ട, കാരണം 2000-ത്തിനടുത്ത് കുട്ടികളുണ്ട് കേട്ടോ ഈ ആലുവ ഉപജില്ലയിൽ. അപ്പോൾ അത്രയും കുട്ടികൾക്ക് 2000 ഇല്ല അതിൽ താഴെയായിട്ടാണ് ഉള്ളത്. അപ്പോൾ അത്രയും കുട്ടികൾക്ക് കൊടുക്കാൻ എന്തായാലും സമയം പിടിക്കും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, സമയമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഉച്ച സമയം ആകാറായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ.
അപ്പോൾ അതാ അവിടെ ചെന്നിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ അവാർഡ് വാങ്ങിക്കണം അതൊക്കെ കാണാൻ പറ്റുമോ, എങ്ങനെ തിരക്കാണ് എങ്ങനെയൊന്നും അറിയില്ല. നല്ല തിരക്കാണ്, ഓഡിറ്റോറിയത്തിലാണെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഞങ്ങളവിടെ ചെന്നിറങ്ങിയപ്പോൾ പുറത്തൊക്കെ നിറയെ ആളുകളായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും കുട്ടികൾക്കും ഓരോ സീറ്റ് നമ്പർ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും സീറ്റ് നമ്പർ നോക്കി അങ്ങ് ഇരിക്കാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് പുറത്തൊക്കെ തിങ്ങിക്കൂടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ സ്ഥലമുണ്ട്, ആളവിടെ ഫ്രണ്ടിലുണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ ചെന്നപ്പോൾ സ്നാക്സും പിന്നെ വെള്ളവും എല്ലാവർക്കും കൊടുക്കണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരേ ബോക്സിൽ സ്നാക്സും ഒക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ തൽക്കാലം ഒരു വിശപ്പിന് ആശ്വാസമായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു മണി സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോൾ. ശരിക്കും ഇവിടെ ഒരു 10 മണിക്ക് തുടങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഒളിമ്പിക്സിൽ ഹോക്കി താരം ശ്രീജേഷൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പേളിമാണി വന്നിട്ടുണ്ടായിരുന്നു, അവരൊക്കെ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. പിന്നെ അതെ മാത്യു ഉണ്ടായിരുന്നു, തമിഴ്നടൻ വിജയ്ക്കൊപ്പം അഭിനയിച്ചിട്ടുള്ള മാത്യുവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ പോപ്പുലറായിട്ട്. അപ്പോൾ അതും കുറേ പേർക്കൊക്കെ ഇങ്ങനെ കൊടുത്തു, ഒരുപാട് പേർക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അതും ടയർഡായി, പിന്നെ ഗസ്റ്റൊക്കെ ഏകദേശം പോയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതാ ഇനിയിപ്പോൾ +2ൻ്റെ കുട്ടികളുടെ ഊഴമാണ്. അപ്പോൾ അതാ +2ൻ്റെ കുട്ടികൾ ഒരേ സ്കൂളുകാരാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ആ സ്കൂളിലെ കുട്ടികളെല്ലാം ഇവിടെ വന്ന് പേര് വിളിച്ചപ്പോൾ അവിടെ വന്ന് നിൽക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ അവാർഡ് കൊടുക്കണമെങ്കിലും കുറച്ച് വ്യത്യസ്തമായത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എല്ലാവരെയും സ്റ്റേജിൽ കയറ്റി MLA ഇങ്ങനെ പ്രത്യേകം അഭിനന്ദിച്ച് അവർക്ക് ഒപ്പം ഫോട്ടോ എടുക്കാനും ഇതെല്ലാം. പിന്നെ തന്നെയല്ല അവർക്ക് ആ ഫോട്ടോ എടുക്കണതിനപ്പോൾ ഇതുപോലെ ഫോട്ടോയും അവർക്ക് കൊടുക്കും കേട്ടോ, ഇങ്ങനെ ഫോട്ടോ എടുത്ത്. അപ്പോൾ ഒരിടത്തും കാണാത്ത ഒരിതാണ് നമ്മുടെ പ്രിയപ്പെട്ട ആലുവ MLA ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു. അപ്പം മൊമൻറ്റോയും കിട്ടി, സർട്ടിഫിക്കറ്റും പിന്നെ ആ ഫോട്ടോയും ആയിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഞങ്ങളുടെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ പോന്നു. ഫുഡും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് പിന്നെ ചോറ് എങ്ങനെയൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ചോറൊക്കെ അതൊക്കെ ചൂടാക്കി കഴിച്ചു. കാരണം രാവിലെ തന്നെ ഇടിയപ്പമൊക്കെ കഴിച്ച് പോയതാണ് കേട്ടോ. പുറത്തൊക്കെ പോകുമ്പോൾ അധികം എനിക്ക് കഴിക്കാനും തോന്നാറില്ല, പെട്ടെന്ന് എവിടെയെങ്കിലും പോവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നല്ല വിശപ്പ് പോന്നപ്പോൾ പിന്നെ ഒരു ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇത് രാത്രിയാണ്. അപ്പോൾ രാത്രി ഇവിടെ ബീഫ് ഉണ്ടായിരുന്നു, അപ്പോൾ ബീഫും വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇറച്ചിക്കറിയും ഗോതമ്പ് പുട്ടും കഴിക്കണേ. അപ്പോൾ അങ്ങനെ ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കി ഇറച്ചിക്കറിയും ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങളും ഇതൊക്കെ. ഇതിപ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഞായറാഴ്ച അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് കല്യാണം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഉണ്ണി മീൻ പിടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളുടെ തൊട്ട് താഴെ പാടമാണ്, അപ്പോൾ അവിടെ ഇഷ്ടംപോലെ മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിയും കൂട്ടുകാരൊക്കെ വന്നപ്പോൾ അങ്ങനെ പോകാറൊന്നുമില്ല. പിന്നെ നല്ല മഴയൊക്കെ വരുമ്പോൾ ഇങ്ങനെ മീൻ വെട്ടിപ്പിടിക്കാറ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചൂണ്ട ഇടാൻ വേണ്ടി പിള്ളേരൊക്കെ കൊണ്ട് എന്നിട്ട് ഉണ്ണി കടയിൽ പോയി ചൂണ്ട വാങ്ങിച്ചുകൊണ്ടെന്ന് പിള്ളേരെ കൂടി പിടിച്ചതാണ്ട്, എല്ലാവരും കൂടി പിടിച്ചതാണ്, ഉണ്ണി മാത്രം പിടിച്ചതല്ല. എന്നിട്ട് അവർ ഇവിടെ ഇട്ടുകൊണ്ട് പോയിട്ടോ ഒരു ബക്കറ്റിൽ. പിള്ളേർക്കൊരു രസമായിട്ട് അവർ പിടിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷേ പിന്നെ നാളെ ഇനി അതൊക്കെ നന്നാക്കണം. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയിരുന്നു, ഇനിയിപ്പോൾ മീനൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതാണ് ഇപ്പോൾ ഇടയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫ്രീസറിലേക്ക് വെച്ചിട്ട് കേട്ടോ അതിന്. അപ്പോൾ പിന്നെ അത് സെറ്റായിട്ട് ഇരുന്നോളും. പിന്നെ രാവിലെ നമുക്കത് എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങളിതേ ഞായറാഴ്ച ഇനിയിപ്പോൾ വൈകിട്ട് ഞങ്ങൾ പുറത്ത് പോകേണ്ട. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഒരു കുറച്ച് ബീഫ് ബിരിയാണി ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടൽ തപ്പി പോകുന്നതാണ് കേട്ടോ. വെജിറ്റേറിയൻ എന്തെങ്കിലും കഴിക്കാൻ കരുതി പോകുക. അപ്പോൾ ഇവിടെ ഒരു ചെന്നൈ തട്ടുദോശ എന്നും പറഞ്ഞൊരു ഫേമസ് ഷോപ്പാണെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഇൻസ്റ്റയിലൊക്കെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ അതേ പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ കലൂർ കത്രിക്കടവ് റോഡിലുള്ള ചെന്നൈ തട്ടുദോശ എന്നും പറഞ്ഞ് പോകേണ്ട. അപ്പോൾ ഉണ്ണിക്കൊന്നും അത്ര താല്പര്യമില്ല, കാരണം ദോശ കഴിക്കാമെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വന്ന് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ പുറത്ത് വന്നപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ തിങ്ങി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ അതാ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ആണെങ്കിൽ അവിടെ ഒരു പോലീസുകാരുടെ ഒരു വാഹനം കിടപ്പുണ്ട് കേട്ടോ.
അപ്പോൾ അമ്മ പറഞ്ഞു പോലീസുകാരൊക്കെ ഇവിടെ കഴിക്കാൻ വന്നേക്കണതാണ്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും, നല്ലതായിരിക്കും ഫുഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അകത്ത് കയറിയപ്പോഴാണ് കാണുന്നത് ഒരു ചേട്ടൻ്റെ ആക്ഷൻ കേട്ടോ. ആ ചേട്ടൻ ഇങ്ങനെ ഇതൊക്കെ എടുക്കും, ദോശ ചുടുന്നതൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിലൊക്കെ ഉണ്ട് ചുടുന്നത്, ഭയങ്കര ആക്ഷനായിരുന്നു. ഇതേ കണ്ടില്ലേ അതിൻ്റെ ആ ടിന്നൊക്കെ എടുത്ത് നല്ല മുളക് പൊടി ഇതൊക്കെ ആണെങ്കിൽ പൊക്കുമ്പോൾ ആ ചേട്ടൻ മുകളിലേക്ക് കണ്ണിലേക്കൊക്കെ ചാടുമെന്ന് ഞാൻ ഓർത്ത് പോയിട്ടോ, എന്ത് മസാലയാണ് ഇടുന്നതെന്ന്. അപ്പോൾ അകത്ത് അങ്ങനെ അധികം ആളുകളെ ഒന്നും കണ്ടില്ല. പിന്നെ ആളുകൾ നിന്നായിരുന്നു അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത്ര അങ്ങ് തൃപ്തിയായില്ല കേട്ടോ അവിടെ നിന്നപ്പോൾ. പിന്നെ ആക്ഷനും ഇതൊക്കെ കണ്ടപ്പോഴും പിന്നെ എന്താണെന്നൊന്നും ഒരു ഇതുമില്ല. പിന്നെ അത്ര അവിടെ പ്രൈസ് ദോശയെന്ന് പറഞ്ഞാൽ അത്ര തീരെ പ്രൈസ് കുറഞ്ഞ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ അവിടെ ഇരിക്കാൻ ഒരു മൊത്തത്തിൽ നമുക്ക് അവർ ഇരിക്കാൻ ഒരു തൃപ്തി തോന്നിയില്ല കേട്ടോ. ഒരു ചെയറൊന്നും കാണാത്ത കാരണം കുറച്ച് സമയം ആ ചേട്ടൻ്റെ അഭ്യാസമൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ പിള്ളേരും സമ്മതിക്കുള്ള വേണ്ട ഇവിടെ നിന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ചെന്നൈയിൽ അവിടെയൊക്കെ പോകുമ്പോൾ അവിടെ ഇതുപോലെ ദോശയുള്ള ഷോപ്പൊക്കെ നല്ല വൃത്തിയും നല്ല ഇത് നമുക്ക് തോന്നും കേട്ടോ. അവിടെ ഇരുന്ന് കഴിക്കാനും ചെല്ലുമ്പോൾ തന്നെ നല്ല കർപ്പൂരത്തിൻ്റെയൊക്കെ സ്മെല്ല് നമ്മളെ ഇവിടെ ആകർഷിക്കും കേട്ടോ ശരിക്കും. പക്ഷേ ഈ ഒരു ഇത് പിന്നെ ആ ചേച്ചിയാണെങ്കിൽ കൈ കൊണ്ട് ഗ്ലൗസ് ഒന്നും ഇടാതെ തന്നെ എന്തൊക്കെയോ വാരി പ്ലേറ്റിലേക്ക് ഇടുന്നു. അതൊക്കെ കണ്ടപ്പോൾ മൊത്തത്തിൽ നമ്മൾ പിന്നെ അവിടെ നിന്ന് പോരുകയാണ്ടോ ചെയ്തത്. പിന്നെ ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് കഴിച്ച് നോക്കിയാലേ ഉള്ളൂ അറിയുള്ളൂ. പിന്നെ എന്തായാലും നമ്മളിപ്പോൾ വെജിറ്റേറിയൻ ഉപേക്ഷിച്ചിട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ ഇവിടെ കയറിയതാണ്. അപ്പോൾ അവിടെ തന്നെ കലൂർ തന്നെ നല്ലൊരു ഷോപ്പ് ഉണ്ട്, അവിടെ കയറിയതാണ് കേട്ടോ. അപ്പം ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ സ്കൂളിൽ പോകാനുള്ള ഒരു ഇതാണ് കേട്ടോ, സ്കൂളിൽ പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ ഞായറാഴ്ച ഇനിയിപ്പോൾ അമ്മൂനും കൂടി ഇനി പോകണം, ഒരാഴ്ച കൂടിയും കഴിഞ്ഞാൽ ഇനി അമ്മൂനും ക്ലാസ് കൊടുക്കും, ആ ഒരു ടെൻഷനായിരിക്കും. ഉണ്ണിക്ക് പോകുന്ന പോലെയല്ല, ഉണ്ണിക്ക് പിന്നെ എന്തെങ്കിലും തലേ ദിവസത്തെ കുറച്ച് ബിരിയാണിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക, അങ്ങനെ കൊടുക്കാം. പിന്നെ അമ്മൂനാണെങ്കിൽ ഇനിയിപ്പോൾ അതിൽ നേരത്തെ പോകേണ്ടി വരും, ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ 3-4 മാസമായിട്ട് അമ്മ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ കഴിച്ചു കൂട്ടുമായിരുന്നു, ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ. ഇനിയിപ്പോൾ പഠിത്തത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഇനിയിപ്പോൾ കൂടുതലായിട്ട് വിശേഷമൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി ഇനി വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചങ്ങ് തിരക്കിലായി പോയി, അത് കാരണം പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഷോർട്സൊക്കെ ഇട്ടെന്നായി. അങ്ങനെ നമുക്ക് എപ്പോഴും ഒരു ഫ്രീ ആയിരിക്കണമെന്നില്ലല്ലോ, ഒരുപാട് ലൈഫിൽ നമുക്ക് പല പല തിരക്കുകളും കാണില്ലേ, നമ്മളുടെ ഒരു കാര്യം മാത്രമല്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ ഞാൻ ഇടാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ ബൈ, താങ്ക് യു.